ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ വൺ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തേങ്ങ അരച്ച് വെച്ച ഉണക്ക മാന്തൽക്കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ. കറി തയ്യാറാക്കാനായി ആദ്യം തന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അവയുടെ തൊലി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. ശേഷം വെളുത്തുള്ളി എടുത്ത് അവയുടെയും തൊലി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുന്നു. പിന്നീട് ഇതിലേക്ക് ആവശ്യമായ മറ്റൊന്നാണ് പച്ചമുളക്. 3 പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത ഇഞ്ചി കൂടി കറി തയ്യാറാക്കാനായി എടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായതാണ് കറിവേപ്പില. അപ്പോൾ ഇവിടെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. മാന്തൽ കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം 10 ഉണക്ക മാന്തൾ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ മുൻപ് മാന്തളിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം അതിൽ ഉപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ടാകും. ഇനി അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് 3-4 പ്രാവശ്യം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അടുത്തതായിട്ട് കറി തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കറി തയ്യാറാക്കാൻ ആവശ്യമായ ഒരു പാൻ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. അവയെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആ ടൈമിൽ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചാറ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഏകദേശം 1 തേങ്ങയുടെ മുറി ചിരകി എടുത്തിട്ടുണ്ട്. അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളവും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ ആയിട്ടുണ്ടാവണം. ഇനി ഇതിനെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് തിള വന്നതിന് ശേഷം സ്റ്റൗ ഓഫാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.